വേദ ചേച്ചിയുടെ ഒരു മൂവി എടുത്ത് നോക്കുവാണെങ്കിൽ രതിനിർവേദം എന്ന് പറഞ്ഞ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പഴയ കാലത്തെ മൂവിയുണ്ട്. ഇപ്പൊ യു ഡിഡ് ദ സെയിം തിങ്. മോഡുലേഷൻ പാലേരി മണിക്കുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് രതിനിർവേദം ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടെ പഴയ ഡയലോഗ്സ് കാര്യങ്ങളും മോഡുലേഷൻ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്ത സമയത്ത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ആ ഒരു ജനറേഷന്റെ പപ്പിയങ്കളുടെ മീൻസ് പത്മരാജൻ സാറിന്റെ നമ്മള് എന്താ പറയാ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അത് ഇന്നത്തെ തലമുറ അല്ലാതെ ഒരു ജസ്റ്റ് അത്ര നമ്മള് പുറകോട്ട് പോവാതെ യൂനോ ഇന്നത്തെ ഒരു കാലഘട്ടം എന്നാ ഒരു പീരിയഡ് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു രതി നിർവേദം ഏത് കാലഘട്ടത്തിലും നമുക്കത് എവിടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. യുനോ അതാണ് അതിന്റെ ഏറ്റവും വലിയത്. പിന്നെ ഒബ്വിയസ്ലി ഡ്രസ്സാണ് നമ്മൾ കുറച്ച് കാലഘട്ടമായിട്ട് നമ്മൾ പിടിച്ചത്. ഡയലോഗ്സ് വേർ വെരി ഇന്നത്തെ. മോഡുലേഷനും ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം ഇന്ന് വരെ ബിക്കോസ് രാജീവ് ഏട്ടൻ അത് എന്റെ തലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഡോണ്ട് വാച്ച് പഴയത് കാണരുത് അതെ. ബിക്കോസ് പക്ഷെ അതാണ് ശ്രീജിത്ത് വിജയ് ഈ പടം ഒരു 100 വട്ടം കണ്ടിട്ടാണ് മൂപ്പര് സെറ്റിൽ വന്നത്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ശ്രീജിത്ത് വിജയ് എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അയ്യോ, ബിക്കോസ് മൂപ്പർക്ക് എന്തൊക്കെയോ ഇതുണ്ട്. സിനിമ മുഴുവനും മൂപ്പര് ഭയങ്കര പേടിച്ചിട്ടാ ചെയ്തത്. ബിക്കോസ് അതാണ് നമ്മൾ ഡയറക്ടർ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണല്ലോ മൂപ്പര് നന്നായി മൂപ്പര് എന്തൊക്കെയോ ഇന്ന് വരെ ഞാൻ കാണാത്തത്. ബിക്കോസ് ഓഫ് ദാറ്റ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ രതി നിർവേദമാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ വെയിറ്റ് ഇല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം ഇവർ ഈ കോസ്റ്റ്യൂമിലൊക്കെ വന്ന സ്ഥിതിക്ക് എന്റെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറച്ച് മൂവി ഡയലോഗ്സ് കേൾക്കാം. പക്ഷെ ഈ ഡയലോഗ്സ് എന്ന് പറയുന്നത് പഴയ സിനിമയിലെ ഡയലോഗ്സ് ഉണ്ടാവും, റീസെന്റ് ആയിട്ടുള്ള മൂവീസിലെ ഡയലോഗ്സും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് ഇവരെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് കൊടുക്കാം. അതായത് പുതിയ സിനിമയിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ ഇവരും പറയും, പഴയ ഡയലോഗ്സ് ഒക്കെ നിങ്ങളും പറയും. ഓക്കെ, സീൻ നമുക്ക് കാണാം, എന്നിട്ട് അതിനുശേഷം നമുക്ക് അങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. ഓൾറൈറ്റ്, ആദ്യം നമുക്ക് നോക്കാം പഴയ സിനിമയിലാണോ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട സിനിമയിലാണോ വരാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, വരട്ടെ. വാവ്, എവർഗ്രീൻ മൂവി. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ?